അസ്സലാമലൈക്കും, ഞാൻ സൽന. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ആണ്. ചെടികളൊക്കെ നന്നായിട്ട് പൂക്കാനും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നന്നായി തൈകളൊക്കെ നിറയാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുളിപ്പ് വന്നതാണ്, അതുകൊണ്ട് തന്നെ കളയണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിത്തൊലി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലി. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അതിലേക്ക് കുറച്ച് മുട്ടത്തോടൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചെടികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന എന്ത് തരം പച്ചക്കറി വേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് കുറച്ച് പഴത്തിൻ്റെ തൊലിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി മുരിങ്ങയിലയാണ്. മുരിങ്ങയില ധാരാളം അയൺ, കാൽസ്യം, അതുപോലെ തന്നെ പൊട്ടാസ്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നന്നായിട്ട് പൂക്കാനൊക്കെ മുരിങ്ങയില നന്നായിട്ട് സഹായിക്കും. പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങയിലയിലും അതുപോലെ തന്നെ ഉള്ളിത്തൊലി, വെളുത്തുള്ളി തൊലിയിലൊക്കെ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് കൂടി ഇതിനൊക്കെ ഉണ്ട്. ഇതിനെ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരി കഴുകിയെടുത്തിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇതിപ്പം ഈ ഒരു വെള്ളം 2 ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജൈവവളങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കീടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിലേക്ക് ഒരു അല്പം യൂറിയ കൂടി ചേർക്കുന്നുണ്ട്. ഇത് 1 ലിറ്ററിനൊക്കെ ഒരു 5-10 തരിയൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തതാണ്. പിന്നെ യൂറിയ പോലത്തെ കെമിക്കൽ വളങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ജൈവവളങ്ങളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് മണ്ണിൽ വലിയ മാറ്റങ്ങളൊന്നും ഇത് അത്രയധികം ഉണ്ടാക്കില്ല. പിന്നെ ഇതിൽ രാസവളം ചേർത്തത് കൊണ്ട് തന്നെ ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ അടുത്ത വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്ലറിയുടെ 2 ഇരട്ടിയാണ് വെള്ളം ചേർക്കുന്നത്. ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഇതിൽ അരിയുടെ വെള്ളം കുറച്ച് പുളിച്ചതാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നേരിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. പുളിപ്പിക്കാൻ ഇനി വെക്കുന്നില്ല. ഇനി അത് നമ്മൾ പുളിപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് സ്ലറിക്ക് 4 കപ്പൊക്കെ നമ്മൾ വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതിന് നമുക്ക് കാന്താരിക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ തടമൊന്ന് ചെറുതായിട്ടൊന്ന് മാന്തിയിട്ട് മണ്ണൊക്കെ നീക്കിയിട്ട് സൈഡിൽ ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതുപോലത്തെ വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കടഭാഗത്തൊക്കെ വന്നിട്ട് ഫംഗസ് അതുപോലെ തന്നെ കെട്ടി നിൽക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇത് അഗ്ലോണിമയ്ക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്